അഞ്ജു ബോബി ജോർജോട് ചോദിച്ച ഒരു കേരളത്തിന്റെ കായിക മന്ത്രി വിടുവായത്വത്തിന്റെയും അറിവില്ലായ്മയുടെയും സാംസ്കാരികമായ അധപ്പതനത്തിന്റെയും ഭാഷയാണ് അവരോട് ഉപയോഗിച്ചത് എന്നാണ് അഞ്ജു തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹം അഞ്ജുവിനെ നേരിട്ട് വിളിച്ചിരുന്നു. എന്നോട് വളരെ സവിസ്തരമായ സംഭവം അവർ പറഞ്ഞു. അവർ ടിക്കറ്റ് എടുത്ത് എയർ ടിക്കറ്റ് എടുത്താണ് വന്നത്. എയർ ടിക്കറ്റ് എടുത്ത് വന്നതിനെ കുറിച്ച് അവർ പറഞ്ഞത് നിങ്ങൾ അഴിമതി കാട്ടിയെന്നാണ്. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിന്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിന്റെ ഭർത്താവ് ജിമ്മി ജോർജിന്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതം അർപ്പിച്ചവരാ. ആ ഒരു കുടുംബത്തെ ഒരു മൊത്തം അവരെ എല്ലാ ആളുകളെയും അപമാനിക്കുന്ന രീതിയിൽ കായിക മന്ത്രി പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായി സംസ്ഥാനം ഈ വിഷയത്തെ കാണണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അവർ പറഞ്ഞത് ഇതിനകത്ത് സ്പോർട്സ് കൗൺസിൽ കഴിഞ്ഞ ഗവൺമെന്റ് വെച്ച രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സ്പോർട്സ് കൗൺസിലുള്ള അംഗങ്ങളെ ഒരാളെ പോലും ശ്രീ ജയരാജൻ അറിയില്ല എന്നർത്ഥം. എല്ലാം ഇവിടുത്തെ കായിക പ്രതിഭകളെയാണ് ഈ കമ്മിറ്റിക്കകത്ത് കഴിഞ്ഞ ഗവൺമെന്റ് വെച്ചിട്ടുള്ളത്. പിന്നെ പ്രീത ശ്രീധരൻ ഈ കമ്മിറ്റിക്കകത്തുള്ള ഒരു അംഗമാണ്. ഒളിമ്പ്യൻ ശ്രീജേഷ് ഈ കമ്മിറ്റിക്കകത്തുള്ള ഒരാളാണ്. ടോം ജോസഫ് ഈ കമ്മിറ്റിക്കകത്തുള്ള ഒരാളാണ്. ക്രിക്കറ്റിന്റെ PC മാത്യു ഈ കമ്മിറ്റിക്കകത്തുള്ളതാണ്. ഷൂട്ടർ സണ്ണി തോമസ് ഈ കമ്മിറ്റിക്കകത്തുള്ള ആളാണ്. എല്ലാം കായിക താരങ്ങളാണ്, പ്രഗത്ഭരായ കായിക താരങ്ങളാണ്. ഈ കായിക താരങ്ങൾ അത്രയും ഉണ്ടായിട്ടും ഒരു കായിക താരം ഈ കമ്മിറ്റിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ കായിക മന്ത്രിയുടെ കായിക രംഗത്തോടുള്ള അജ്ഞത, ഇതിനപ്പുറത്ത് എന്താണ് അതിന് തെളിവ് വേണ്ടത് എന്ന് സ്വയം ആലോചിക്കണം. അദ്ദേഹത്തിന് ഒറ്റ കായിക താരത്തെ അറിയോ? മുഹമ്മദ് അലിയെ അറിയാം. മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെയാണ്. മറ്റൊരു കായിക താരത്തെയും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത്രയേറെ വിവരക്കേട് വിളമ്പിയ അഞ്ജു ബോബി ജോർജിന്റെ ടിക്കറ്റ്, അതിനെക്കുറിച്ചൊക്കെ ഒരു മന്ത്രി അറിയണ്ടേ? കഴിഞ്ഞ ഗവൺമെന്റ് ജിയോ ഇറക്കിയിട്ടാണ് അവർക്ക് ടിക്കറ്റ് എടുക്കാൻ, ഫ്ലൈറ്റ് ടിക്കറ്റുകളിൽ പോകാൻ വരാനുമുള്ള ഒരു സൗകര്യം ഒരുക്കിയത്. അവരൊക്കെ വളരെ തിരക്ക് പിടിച്ച ആളാ. ശമ്പളം വാങ്ങുന്ന ഒരു പോസ്റ്റല്ല, ഓണററി പോസ്റ്റാണ്. അപ്പോൾ അവരുടെ തിരക്കേറിയ ജീവിതത്തിലിടക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വളരെ സമ്മർദ്ദം ചെലുത്തിയാണ് അഞ്ജു ബോബി ജോർജ് ഈ വൈസ് ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തത് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അവരുടെ സർവീസ് ടു നേഷൻ, സർവീസ് ടു സ്റ്റേറ്റ് എന്ന നിലക്കാണ് അവരിതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ പോകാനും വരാനുമുള്ള ഒരു സൗകര്യം സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ജിയോ ഇറക്കിയിട്ടാണ് ഇതിനുള്ള ആനുകൂല്യം വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് അതുപോലും മനസ്സിലാക്കാൻ കായിക മന്ത്രിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ കായിക മന്ത്രിയുടെ അജ്ഞതയെക്കുറിച്ച് ഈ സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇത്രയേറെ അബദ്ധ ജടിലങ്ങൾ എഴുന്നള്ളിച്ച ഒരു കായിക മന്ത്രി, കായിക രംഗവുമായി പുലകുളി ബന്ധമില്ല എന്ന് അജ്ഞതയിലൂടെ ഈ കേരളത്തെയും ലോകത്തെയും അറിയിച്ച കായിക മന്ത്രിയെ ഒന്നാം സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഔചിത്യ ബോധമെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിക്കണം. സാംസ്കാരികമായ അധപ്പതനത്തിന്റെ പ്രതികരണ ശബ്ദമാണ് ശ്രീ പി ജയരാജന്റെ ഓരോ വാക്കുകളിലും നിഴലിച്ച സംസ്കാരശൂന്യമായ പദങ്ങളെന്ന് ഞാൻ അടിവരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ കായിക ലോകത്തോട് ഇത്തിരി ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ കായിക വകുപ്പിൽ നിന്നും മാറ്റണം. പി ജയരാജ് അദ്ദേഹത്തോട് അഞ്ജു ബോബി ജോർജിനോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്നും കേരളത്തിന്റെ കായിക ലോകത്തോട് മാപ്പ് പറയാൻ ശ്രീ VP ജയരാജൻ തയ്യാറാകണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ